നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂരിൽ പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ 2 CPM പ്രവർത്തകർക്ക് 20 വർഷം തടവും പിഴയും. CPM പ്രവർത്തകരായ TCV നന്ദകുമാർ, VK നിഷാദ് എന്നിവർക്കെതിരെയാണ് ശിക്ഷ വിധിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി നഗരസഭയിലെ പോരാട്ട ചിത്രം വ്യക്തമായി. ആധിപത്യം നിലനിർത്താൻ LDFും സീറ്റുകൾ വർദ്ധിപ്പിച്ച് ശക്തി തെളിയിക്കാൻ UDFും BJPയും കച്ചമുറുക്കി രംഗത്ത്. കോർപ്പറേഷനിലെ വിമത നീക്കത്തിൽ നടപടിയുമായി മുസ്ലിം ലീഗ്, വിമതരെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. വാർത്തകൾ വിശദമായി. പയ്യന്നൂരിൽ പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ CPM പ്രവർത്തകർക്ക് 20 വർഷം തടവും പിഴയും. CPM പ്രവർത്തകരായ TCV നന്ദകുമാർ, VK നിഷാദ് എന്നിവർക്കെതിരെയാണ് 20 വർഷം തടവും 2.5 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചത്. തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് ശിക്ഷാവിധി. പയ്യന്നൂരിൽ പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ CPM പ്രവർത്തകർക്ക് 20 വർഷം തടവും പിഴയും. CPM പ്രവർത്തകരായ TCV നന്ദകുമാർ, VK നിഷാദ് എന്നിവർക്കെതിരെയാണ് 20 വർഷം തടവും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് ശിക്ഷാവിധി. നഗരസഭയിൽ 46-ാം വാർഡിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന VK നിഷാദ് മത്സരത്തിൽ വിജയിച്ചാൽ ജനപ്രതിനിധിയായി തുടരാൻ ശിക്ഷാവിധി തടസ്സമാകും. പ്രതികൾക്കെതിരെ വധശ്രമ കുറ്റവും സ്ഫോടക വസ്തു നിരോധന നിയമവും തെളിഞ്ഞെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. 2012 ഓഗസ്റ്റ് 1-നാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ഷുക്കൂർ വധക്കേസിൽ P ജയരാജൻ അറസ്റ്റിലായതിനെ തുടർന്ന് പയ്യന്നൂർ ടൗണിൽ പോലീസിനെതിരെ നിഷാദ് അടക്കമുള്ള പ്രതികൾ ബോംബെറിയുകയായിരുന്നു. IPC 307 സ്ഫോടക വസ്തു നിയമത്തിലെ 3, 4 വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി KN പ്രശാന്തിന്റേതാണ് ശിക്ഷാവിധി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി കൂടി പിന്നിട്ടതോടെ തലശ്ശേരി നഗരസഭയിലെ പോരാട്ട ചിത്രം വ്യക്തമായി. ആകെ 53 വാർഡുകളുള്ള നഗരസഭയിൽ 3 മുന്നണികളും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി. കടുത്ത മത്സരത്തിനാണ് കളമൊരുക്കിയിരിക്കുന്നത്. 159 വർഷം പഴക്കമുള്ളതും പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയുമായ നഗരസഭയിൽ ഇക്കുറിയും ആധിപത്യം നിലനിർത്താൻ LDFും സീറ്റുകൾ വർദ്ധിപ്പിച്ച് ശക്തി തെളിയിക്കാൻ UDFും BJPയും കച്ചമുറുക്കി രംഗത്തുണ്ട്. നിലവിലെ ഭരണസമിതിയുടെ ആത്മവിശ്വാസത്തിൽ LDF 53 വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി. മുന്നണിയിലെ പ്രധാന കക്ഷിയായ CPM 46 സീറ്റുകളിലും, CPI 5 സീറ്റുകളിലും, NCP, INL എന്നീ ഘടകകക്ഷികൾ 1 വീതം സീറ്റുകളിലുമാണ് മത്സരിക്കുന്നത്. പ്രതിപക്ഷമായ UDFും 53 വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി ശക്തി തെളിയിക്കാൻ ഒരുങ്ങുകയാണ്. മുന്നണി ധാരണ പ്രകാരം കോൺഗ്രസ് 36 സീറ്റുകളിലും മുസ്ലിം ലീഗ് 17 സീറ്റുകളിലുമാണ് മത്സരിക്കുന്നത്. BJP 51 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. നഗരസഭയിലെ കണ്ണോത്തുംപള്ളി, കോപ്പാലം വാർഡുകളിൽ BJPക്ക് മത്സരാർത്ഥികളില്ല. നിലവിൽ തലശ്ശേരി നഗരസഭയിലെ മുഖ്യ പ്രതിപക്ഷമായ BJP സീറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി ചിത്രം വ്യക്തമായതോടെ ഇനി അരയും തലയും മുറുക്കി പ്രചരണ രംഗത്ത് ചുവടുറപ്പിക്കുകയാണ് മുന്നണികൾ. കോർപ്പറേഷനിലെ വിമത നീക്കത്തിൽ നടപടിയുമായി മുസ്ലിം ലീഗ്, വിമതരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. വാരത്തെ ലീഗ് വിമതൻ റയീസ് അസ്അദി, ആദികടലായിലെ വിമതൻ V മുഹമ്മദ് അലി, VK അബ്ദുൽ ജബ്ബാർ, ഷാജി കടലായി എന്നിവർക്കെതിരെയാണ് അച്ചടക്ക നടപടി. അച്ചടക്ക ലംഘനം നടത്തിയതിനാൽ പാർട്ടിയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയാണെന്ന് നേതൃത്വം അറിയിച്ചു. കോർപ്പറേഷനിലെ വിമത നീക്കത്തിൽ നടപടിയുമായി മുസ്ലിം ലീഗ്, വിമതരെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. വാരത്തെ ലീഗ് വിമതൻ റയീസ് അസ്അദനി, ആദികടലായിലെ വിമതൻ V മുഹമ്മദ് അലി, VK അബ്ദുൽ ജബ്ബാർ, ഷാജി കടലായി എന്നിവർക്കെതിരെയാണ് നടപടി. അച്ചടക്ക ലംഘനം നടത്തിയതിനാൽ പാർട്ടിയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയാണെന്ന് നേതൃത്വം അറിയിച്ചു. കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതുവരെ വിമതർ പിന്മാറുമെന്ന വിശ്വാസത്തിലായിരുന്നു ലീഗ്. എന്നാൽ വിമതർ തങ്ങളുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പിന്നാലെയാണ് ലീഗ് നടപടിയിലേക്ക് കടന്നത്.
6 പതിറ്റാണ്ടിന് ശേഷം കൂടപ്പിറപ്പുകളെ കാണാൻ ആന്ധ്രയിൽ നിന്നും ജന്മനാടായ പാനൂരിനടുത്ത് തൂബക്കുന്നിലെത്തി നാമത്ത് അബ്ദുള്ള. സ്വീകരിക്കാൻ കുടുംബാംഗങ്ങളും നാട്ടുകാരും KP മോഹനൻ MLA അടക്കം നിരവധി പേരാണ് തൂബക്കുന്നിലെ നാമത്ത് വീട്ടിൽ എത്തിയത്. 60 വർഷം മുൻപ് നാടുവിട്ടുപോയ തൂവക്കുന്ന് സ്വദേശി നാമത്ത് അബ്ദുള്ള ഒടുവിൽ തന്റെ ബന്ധുക്കളുടെ അടുത്തെത്തി. നഷ്ടപ്പെട്ടുപോയ കൂടപ്പിറപ്പിനെ തിരിച്ചു കിട്ടിയതിന്റെ അതിയായ സന്തോഷത്തിലാണ് കുടുംബാംഗങ്ങൾ. തൂവക്കുന്നിലെ നാമത്ത് വീട്ടിലെത്തിയ അബ്ദുള്ളയെയും ആന്ധ്രയിലുള്ള കുടുംബാംഗങ്ങളടക്കം 11ഓളം പേരെ വയലിൽ മൂസ ഹാജി, അബ്ദുള്ള ഹാജി, ഇബ്രാഹിം പന്തലാങ്കണ്ടി, സൂപ്പി ഹാജി വയലിൽ, മൊയ്തു ഹാജി വയലിൽ, കുവേരി അബ്ദുള്ള ഹാജി, യൂസഫ് അടക്കയിൽ, അഹമ്മദ് ഹാജി തുടങ്ങി കുടുംബാംഗങ്ങളും കളിക്കൂട്ടുകാരനായ കുയ്യേരി അഹമ്മദും ചേർന്ന് സ്വീകരിച്ചു. നാട്ടിലുള്ള ബന്ധുക്കളെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് പത്രങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും വന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് അബ്ദുള്ളയെ കണ്ടെത്തിയത്. അബ്ദുള്ളയെ നാട്ടിലെത്തിക്കാൻ വഴികാട്ടിയായത് ആന്ധ്രയിലെ ഹിന്ദുപൂരിൽ ഗോൾഡൻ ബേക്കറി നടത്തുന്ന മലപ്പുറം കിടഞ്ഞി സ്വദേശി നസീഫാണ്. ഹിന്ദുപൂരിലെ പള്ളിയിൽ മുഅദ്ദീനായി ജോലി ചെയ്യുകയായിരുന്ന നാമത്ത് അബ്ദുള്ളയെ പരിചയപ്പെട്ട നസീഫ് അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. തുടർന്ന് ഈ വിവരങ്ങൾ പത്രങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും പങ്കുവെക്കുകയായിരുന്നു. നസീഫുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങൾ ഉടൻ തന്നെ ഹിന്ദുപൂരിലെത്തി നാമത്ത് അബ്ദുള്ളയെ ജന്മനാട്ടിലെത്തിച്ചു. തൂവക്കുന്ന് കല്ലുമ്മൽ പള്ളിയിലെ നാമത്ത് പരേതരായ പക്രമാൻ ആയിഷു ഹജ്ജുമ ദമ്പതികളുടെ മകനാണ് അബ്ദുള്ള. ഖദീജ, കുഞ്ഞമ്മദ്, പാത്തൂട്ടി, പരേതയായ ആമിന എന്നിവരാണ് സഹോദരങ്ങൾ. അദ്ദേഹത്തിന് 4 പെൺമക്കളും 1 മകനുമുണ്ട്. 6 പതിറ്റാണ്ടിനു ശേഷം കുടുംബാംഗങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ താൻ അതിയായ സന്തോഷവാനാണെന്ന് അബ്ദുള്ള പ്രതികരിച്ചു. ഞാൻ 1967 ഇവിടുന്ന് ഞങ്ങൾ 3 ആൾ ബാംഗ്ലൂർ പോയതാണ്. അതായത് പാനൂരിന് ബസ് കയറിയതാണ്. ബസ്സിൻ്റെ ടിക്കറ്റ് 25 രൂപ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ടിക്കറ്റ് 25 രൂപയാണ്. ഞങ്ങൾ 3 ആൾ ബാംഗ്ലൂർ പോയതാണ്. 58 കൊല്ലത്തിന് ശേഷം കുടുംബത്തെ ആളുകളെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിരിക്കുന്നു. ഇൻഷാല്ലാ തിരിച്ചു പോവാം. ഇവിടെ ഉണ്ടാവില്ല, ഒന്നും പോയിട്ടില്ല. ഭാര്യയൊന്നുമില്ല, മക്കളുണ്ട്. 4 പെൺമക്കൾ, 1 ആൺമകനുണ്ട്. എല്ലാവർക്കും കല്യാണം കഴിച്ചിട്ടുണ്ട്. നഷ്ടപ്പെട്ട സഹോദരനെ തിരിച്ചു കിട്ടിയ സന്തോഷം സഹോദരി ഖദീജ ഹജ്ജുമയും കുടുംബാംഗമായ വയലിൽ മൂസയും പങ്കുവച്ചു. 60 കൊല്ലം കൊണ്ട് ആളിനെ കണ്ടേര് നല്ല സന്തോഷമായി. ആന്ധ്രയിൽ പോയിട്ട് നമ്മൾ കണ്ട്. അപ്പോൾ 1 മാസം കഴിഞ്ഞാൽ ഇങ്ങോട്ട് മക്കൾ 11 വന്ന് എല്ലാവരെയും കണ്ട്, കുടുംബങ്ങളെല്ലാം കണ്ട്. കുറേ കാലത്തിന് ശേഷം, അതായത് 10-60 വർഷത്തിന് ശേഷം ഞങ്ങൾ ഉമ്മയുടെ ആങ്ങളെ തിരിച്ചു കിട്ടിയൊരു സന്തോഷത്തിലാണ്. ഒരു ദുഃഖവും കൂടിയുണ്ട്. എൻ്റെ ഉമ്മ ഇല്ല ഈ സന്തോഷം കാണാൻ. ഞങ്ങൾ ഈ വിവരം നസീഫ് മുഖാന്തരം അറിഞ്ഞപ്പോൾ ഹിന്ദുപ്പൂരിൽ പോയി, ആന്ധ്രയിൽ ഹിന്ദുപ്പൂരിൽ പോയി വിനോദക്കാരനെ കണ്ട് സംസാരിച്ച് ഫസ്റ്റ് പ്രാവശ്യം, 2ാമത്തെ പ്രാവശ്യം പോയി, 4 പ്രാവശ്യം മൊത്തം പോയി. 4ാമത്തെ പ്രാവശ്യം പോകുമ്പോൾ ഓരോ പെങ്ങളെയും കൂട്ടിയിട്ടാണ് പോയത്. എല്ലാം കണ്ട് സന്തോഷിച്ച് തിരിച്ച് നിങ്ങളിങ്ങോട്ട് ക്ഷണിച്ച് ഇവിടെ വന്ന് അൽഹംദുലില്ലാ സന്തോഷം തന്നെ. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളെ തിരിച്ചു കിട്ടിയത് വലിയ സന്തോഷമുണ്ട്. സന്തോഷത്തിൽ പങ്കുചേരാൻ KP മോഹനൻ MLA അടക്കം രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേർ വീട്ടിലെത്തി. ഇതൊരു വലിയൊരു നിയത്തായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം 60 വർഷം മുമ്പേ നമ്മുടെ നാട് വിട്ട തൂവക്കുന്നിൽ നിന്ന് വിട്ട പ്രിയപ്പെട്ട അമീദിക്ക, അബ്ദുള്ള എന്നറിയപ്പെടുന്ന അമീദിക്ക നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അതൊരു അത്ഭുതത്തോടു കൂടിയാണ് ഇവിടുത്തെ ജനങ്ങളൊക്കെ തന്നെ കാണുന്നത്. അദ്ദേഹം ഞങ്ങളെയൊക്കെ തന്നെ എന്താ പറയുക, പൊരുത്തം തരുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എൻ്റെ പിതാവുമായിട്ട് നല്ല ബന്ധമുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടുകാരെ ഇപ്പോഴും എല്ലാവരെയും അറിയാൻ കഴിയാത്ത സ്ഥിതിയാണ് അദ്ദേഹത്തിനുള്ളത്. എന്തായാലും നമുക്ക് ഈ നാടിന് വലിയൊരു സമ്പത്തായിട്ടാണ് ഇപ്പം തന്നിരിക്കുന്നത്. 60 വർഷം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതമാണ്. ആ ജീവിതത്തിൽ കഴിഞ്ഞ് പിന്നീടും ആയുസ് നീട്ടിക്കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ എത്താൻ സാധിച്ചു. കുടുംബാംഗങ്ങളെയൊക്കെ തന്നെ കാണിക്കുക സാധിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. തിരികെ വാർത്തകളിലേക്ക്. അക്വാപോണിക്സ് എന്ന നൂതന കൃഷിരീതിയുമായി ശ്രദ്ധേയനാവുകയാണ് കർഷകനും പ്രവാസി വ്യവസായിയുമായ ഇല്ലത്ത് മൊയ്തു ഹാജിയും ഭാര്യ സാജിദ മൊയ്തുവും. നാദാപുരം നരിപ്പറ്റ റോഡിലെ ഇല്ലത്ത് വീട്ടിന്റെ മുറ്റത്തും പറമ്പിലുമാണ് കൃഷി നടത്തുന്നത്. മണ്ണില്ലാതെയുള്ള ജൈവ കൃഷി രീതി അക്വാപോണിക്സ് നാട്ടിൻപുറത്തും പരീക്ഷിച്ച് വിജയം കൈവരിച്ച് പ്രവാസിയും കൃഷിസ്നേഹിയുമായ നരിപ്പറ്റ റോഡിലെ ഇല്ലത്ത് മൊയ്തു ഹാജിയും ഭാര്യ സാജിദ മൊയ്തുവും.
മീനും പച്ചക്കറികളും വീട്ടുവളപ്പിൽ തന്നെ വളപ്രയോഗമില്ലാതെ പൂർണ്ണമായും ജൈവരീതിയിൽ കൃഷി ചെയ്യാമെന്നതാണ് അക്വാപോണിക്സിന്റെ പ്രത്യേകത. ഒരേ സമയം മത്സ്യവും പച്ചക്കറികളും തികച്ചും ജൈവമായി വളർത്തിയെടുക്കാമെന്ന പ്രയോജനം ഉപയോഗപ്പെടുത്തി ഈ നൂതന കൃഷിരീതി മറ്റുള്ളവരിലും പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യം മൊയ്തു ഹാജിക്കും ഭാര്യ സാജിദ മൊയ്തുവിനുമുണ്ട്. മത്സ്യത്തെ വളർത്തുന്ന ടാങ്കിൽ രൂപപ്പെടുന്ന മത്സ്യവിസർജ്യവും തീറ്റയുടെ അവശിഷ്ടങ്ങളും ജലത്തിലെ മറ്റു സൂക്ഷ്മജീവികളും ഒരു പമ്പ് സെറ്റ് വഴി പ്രത്യേകം തയ്യാറാക്കിയ ഫിൽട്ടർ ടാങ്കിലൂടെ കടത്തിവിട്ട് പച്ചക്കറികളിൽ എത്തിക്കുന്നു. ഇതുവഴി മത്സ്യ ടാങ്കിൽ അടിയുന്ന വിസർജ്യവും ഭക്ഷണാവശിഷ്ടങ്ങളും പഴകി അമോണിയ രൂപപ്പെടുന്നത് തടയുകയും അമോണിയയെ നൈട്രേറ്റായി മാറ്റുന്നതും വഴി സസ്യങ്ങൾ നല്ല രീതിയിൽ വളരാനും സഹായിക്കും. ഇത്തരം കൃഷിരീതി മറ്റ് കൃഷിരീതികൾ അപേക്ഷിച്ച് ലാഭകരമാണെന്ന് മൊയ്തു ഹാജിയും ഭാര്യ സാജിദയും പറഞ്ഞു. അക്വാപോണിക്സിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 4 കൃഷി ചെയ്യുന്നുണ്ട്. അതിന് മണ്ണ് വേണ്ട, ചെറിയ ബേബി മെറ്റലാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വരാലിനെ വളർത്തും. ഒരു 10-250 വരാലുണ്ട്. അതിന് ഉള്ള ഫുഡൊക്കെ കൊടുത്ത് അതിൻ്റെ വേസ്റ്റ് കൊണ്ടാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ കൃഷി കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നല്ല മായങ്ങൾ ചേർക്കാത്ത, വളങ്ങളൊന്നും ഇടാത്ത നല്ല ഹെൽത്തിയായ ഫുഡാണ്. അപ്പം ഇതിനെപ്പറ്റിയാണ് നമ്മൾ പഠിച്ചു. ഈ പച്ചക്കറിയൊക്കെ നമ്മൾ കഴിച്ചു. അപ്പോൾ അതിന് നല്ല ടേസ്റ്റ് കാര്യങ്ങളിലുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തത്. ഇപ്പം തന്നെ നമ്മൾ കറി വെക്കാനൊക്കെ ഇതിൻ്റെ ഇലകളും കറി വെക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഡെയിലി ഇതിൻ്റെ പിന്നാലെ നടക്കൊന്നും വേണ്ടിയില്ല. അപ്പോൾ ഇതിൽ വെള്ളവും കറണ്ടും കണ്ടിന്യൂ ഉണ്ടോയെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിന് വളങ്ങൾ ചേർക്കുമോന്നും കണ്ട മീനിന് കറക്റ്റായിട്ട് ഫുഡും കൊടുത്താൽ തന്നെ നല്ല ലാഭകരമായ കൃഷിയാണ്. ഇത് ഒരുപാട് ആൾക്കാർ താല്പര്യപ്പെടുന്നുണ്ട്. ഒത്തിരി ആൾക്കാരോടെ വന്ന് നോക്കി പോയിട്ടുണ്ട്. അവർക്ക് ഇതേപോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് വെയിലുള്ള സ്ഥലം കിട്ടിയാൽ മതി, നന്നായിട്ട് കൃഷി വളർത്തിയുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കെല്ലാം വന്ന് കാണാം. താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതുപോലെ ഉണ്ടാക്കാം. കഴിഞ്ഞ പ്രാവശ്യം നല്ല വിളവെടുപ്പുണ്ടായിരുന്നു പച്ചക്കറി. അപ്പോൾ അത് കണ്ടിട്ട് ഇതൊക്കെ ഇങ്ങനെ പുതിയ നൂതന കൃഷി രീതിയിലേക്ക് വന്നു. ഏകദേശം വിളവെടുപ്പിൻ്റെ സമയമായിട്ടുണ്ട്. നല്ല എളുപ്പമാണ്, നല്ല വളർച്ചയും നല്ല ഈസി ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പച്ചമുളക്, കാബേജ്, ചൈനീസ് കാബേജ്, ബ്രൊക്കോളി, കോളിഫ്ലവർ, ക്യാപ്സിക്കം, പയർ, പാവയ്ക്ക, പീച്ചിങ്ങ, ചുരങ്ങ, പൊട്ടിക്ക, തക്കാളി, വെണ്ട എന്നീ ഇനങ്ങൾ ഇദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇവ കൂടാതെ എക്സോട്ടിക് ഫലവൃക്ഷങ്ങളായ ജബോട്ടിക്കാവ, മട്ടോവ, ലോഗൻ, റൊളീനിയ, ഉമ്മർചാമ്പ, തായ് പിങ്ക് പേര, ക്യുറ്റിമോൺ മാവ്, കാലാപ്പാടി, കുളമ്പ്, തായ്ലൻഡ്, ഓൾ സീസൺ തുടങ്ങിയ മാവിനങ്ങളും 33 പ്ലാവ്, കംബോഡിയൻ പ്ലാവ്, ആയുർജാക്ക്, ടാങ് സൂര്യ, വിയറ്റ്നാം ഏർലി പ്ലാവ്, സൈക്ക് ഫ്രൂട്ട്സ്, മിൽക്ക് ഫ്രൂട്ട്, സ്വീറ്റ് കാരംബോള, വെസ്റ്റ് ഇന്ത്യൻ ചെറി ഹൈബ്രിഡ്, സ്വീറ്റ് ലൂബിക്ക, ഓറഞ്ച്, മുസംബി, സീതപ്പഴം, അബിയു, റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, ഫുലാസൽ, ബറാബ, അത്തി, തെങ്ങിനങ്ങളായ രാംഗംഗ, ഗൗരി ഗോത്ര, കാസർഗോഡൻ, മോഹിത് നഗർ കവുങ്ങുകളും ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ തലശ്ശേരിയിൽ LIC ഏജന്റുമാരുടെ കുടുംബസംഗമം സംഘടിപ്പിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് ST ജെയ്സൺ ഉദ്ഘാടനം ചെയ്തു. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ തലശ്ശേരിയിൽ LIC ഏജന്റുമാരുടെ കുടുംബസംഗമം സംഘടിപ്പിച്ചു. സംഗമത്തിന്റെ ഉദ്ഘാടനം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് ST ജെയ്സൺ നിർവഹിച്ചു. LIC AOI തലശ്ശേരി പ്രസിഡന്റ് CV സൂരജ് അധ്യക്ഷനായി. PN സുധാകരൻ, AP സാവിത്രി, രവീന്ദ്രൻ, C ജിഷ എന്നിവർ സംസാരിച്ചു. V രമേശൻ സ്വാഗതവും ദിനേശ് ചമ്പാട് നന്ദിയും പറഞ്ഞു. LIC ഏജന്റുമാരുടെ സ്വാധീനം എല്ലാ മേഖലകളിലും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വിജയിക്കാൻ സാധിക്കുന്ന ഒരു വിഭാഗമാണ് LIC ഏജന്റുമാർ. അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ മത്സരരംഗത്തേക്ക് തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ആദരിക്കപ്പെട്ടിട്ടുള്ള സഖാക്കൾ. സഖാവ് അനിൽകുർമ പാനൂർ ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം UP സ്കൂൾ KG സെക്ഷൻ വാർഷികാഘോഷം ഫ്ലവേഴ്സ് ഡേ ഗുരുസന്നിധി പ്രസിഡന്റ് T പ്രദീപൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. പാനൂർ ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ KG വിഭാഗം വിദ്യാർത്ഥികൾ ഫ്ലവേഴ്സ് ഡേ ആഘോഷിച്ചു. വിദ്യാർത്ഥികൾ വിവിധ വേഷങ്ങളിൽ വർണ്ണശബളമായ ഘോഷയാത്രയോടെ ഫ്ലവേഴ്സ് ഡേക്ക് ആരംഭം കുറിച്ചു.
ജാസ്മിൻ, ലോട്ടസ്, റോസ്, സൺഫ്ലവർ എന്നീ ഹൗസുകളായി തിരിച്ചായിരുന്നു ഘോഷയാത്രയും കലാപരിപാടികളും. ഫ്ലവേഴ്സ് ഡേ ഗുരുസന്നിധി പ്രസിഡന്റ് ടി പ്രദീപൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ അക്ഷീണം പ്രയത്നിക്കുന്ന രക്ഷിതാക്കളാണ് നിങ്ങളൊക്കെ. സമയക്കുറവുണ്ട്, കൂടുതലായി അത്തരം കാര്യങ്ങളൊന്നും ഞാൻ പരാമർശിച്ചു പോകുന്നില്ല. ഈ ഒരു ചടങ്ങ്, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഈ KG ക്ലാസ്സിലെ അധ്യാപികമാരെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഈ ഗുരുസന്നിധിയുടെ വാർഷിക മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഏകദേശം 1 മാസത്തോളമായി PTA പ്രസിഡന്റ് മിറാജ് അധ്യക്ഷനായി. ഗുരുസന്നിധി സെക്രട്ടറി NK നാണു മാസ്റ്റർ, പ്രിൻസിപ്പൽ TK അശോകൻ മാസ്റ്റർ, PTA വൈസ് പ്രസിഡന്റ് സ്റ്റേഫി ഫ്രീഡ പെരേര എന്നിവർ സംസാരിച്ചു. അധ്യാപികമാരായ V സുമിത്ര, പ്രതിഭ, R രജിഷ, അമേഗിരി, M പ്രമീള, സിംന തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. പ്രദേശത്തെ അംഗൻവാടികളായ കളിവീട്, വള്ളങ്ങാട് അംഗൻവാടി, ഉദയ അംഗൻവാടി, മൊകേരി എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും കലാപരിപാടികൾ അവതരിപ്പിച്ചു. ചൊക്ലിയിലെ മൗലാന കുതുബി മസ്ജിദ് പുനരുദ്ധാരണ ആരംഭവും അഭ്യുദയകാംക്ഷി സംഗമവും 26-ന് നടക്കും. രാവിലെ 10-ന് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 26-ന് രാവിലെ 10-ന് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ മലബാറിലെ ഇസ്ലാമിക പണ്ഡിത ലോകത്ത് നേതൃനിരയിൽ നിറഞ്ഞുനിന്ന ഇന്ന് കേരളത്തിൽ നിലവിലുള്ള മുഴുവൻ ഇസ്ലാം മത പണ്ഡിതരുടെയും ഗുരുപരമ്പരയിലെ പ്രധാന കണ്ണിയായ ശംസുലുലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ നാമധേയത്തിൽ അറിയപ്പെടുന്ന മഹാനവറുകളുടെ മക്ബറക്ക് സമീപമുള്ള മസ്ജിദുൽ കുത്തുബി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റാണ് പുതുക്കി പണിഞ്ഞതെന്നും ഭാരവാഹികൾ അറിയിച്ചു. സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ മുഖ്യ പ്രഭാഷണം നടത്തും. സയ്യിദ് മഷൂർ ഇമ്പിച്ചുകോയ തങ്ങൾ വളവട്ടണം, സയ്യിദ് ഹാമിദ് കോയമത്തങ്ങൾ രാമന്തളി, TS ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ എന്നിവർ പ്രസംഗിക്കും. വൈകിട്ട് 6:30 നടക്കുന്ന ദുആ മജ്ലിസിൽ ഹംസ മിസ്ബാഹി ഒട്ടപ്പടവ് പ്രഭാഷണം നടത്തും. സയ്യിദ് നജ്മുദ്ദീൻ തങ്ങൾ യമാനി ദുആ മജ്ലിസിന് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ കുതുബി ട്രസ്റ്റ് സെക്രട്ടറി KP അബ്ദുൽ മജീദ് മാസ്റ്റർ, മഹല്ല് കമ്മിറ്റി പ്രതിനിധി താജുദ്ദീൻ ഹാജി, സ്വാഗത സംഘ കൺവീനർ മുഹമ്മദ് സഖാഫി ചൊക്ലി, ട്രസ്റ്റ് അംഗങ്ങളായ മജീദ് പാനൂർ, റസാഖ് ഹാജി പാനൂർ, TS സാദിഖ് എന്നിവർ പങ്കെടുത്തു. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ കേരളത്തിലെ പണ്ഡിത ലോകത്ത് നേതൃനിരയിൽ നിറഞ്ഞു നിന്ന ഇന്ന് നിലവിലുള്ള കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരുടെ ഗുരുപരമ്പരയിൽ പ്രധാനപ്പെട്ട കണ്ണിയായ ശംസുൽ ഉലമ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അവരുടെ മക്ബറയോടനുബന്ധിച്ചുള്ള കുത്തുബി മസ്ജിദ് അത് പുനർനിർമ്മിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് കുത്തുബി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. അതിൻ്റെ പുനർനിർമ്മാണ ആരംഭവും അഭ്യുദയകാംക്ഷി സംഗമവും 26/11/2025 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുകയാണ്. അതായത് വ്യത്യസ്തമായ ചേരികൾ നിൽക്കുന്ന എല്ലാ വിഭാഗങ്ങളുടെയും ഗുരുപരമ്പരയിൽ വരുന്നവരാണ് ശംസുൽ ഉലമ കുത്തുബി തങ്ങൾ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വ്യത്യസ്തമായ ചേരികളിൽ നിൽക്കുന്ന സുന്നി പണ്ഡിത നേതൃത്വത്തിൽപ്പെട്ട പ്രധാനികളാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും, ഖലീൽ തങ്ങളും, സാദിഖ് അലി ശിഹാബ് തങ്ങളും, അതുപോലെ തന്നെ രാമന്തളി തങ്ങളടക്കം, വളവട്ടണം മഷൂർ തങ്ങളടക്കം ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത് എന്നുള്ള വളരെ സവിശേഷമായ ഒരു ചരിത്രവും കൂടി സൃഷ്ടിക്കപ്പെടുകയാണ്. പുരുഷനാണ് ശംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ. കേരളീയ ഇസ്ലാമിക പണ്ഡിത ചരിത്രത്തിൽ
ദർസ് വിദ്യാഭ്യാസം ആണ് ഇസ്ലാമിക മുന്നേറ്റത്തിൻ്റെ പഴയകാല ഒരു കാതൽ എന്ന് പറയുന്നത്. മഖ്ദൂമി പരമ്പരകൾക്ക് ശേഷം ഇസ്ലാമിക ദർസ് വിജ്ഞാനത്തിൽ ഇത്രയേറെ പുരോഗതി കൈവരിക്കുകയും ഒരുപാട് പണ്ഡിതവരേണ്യരെ സൃഷ്ടിക്കുകയും ചെയ്ത ഒരു മഹാനായിരുന്നു ഖുത്ബി. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. തലശ്ശേരി നോർത്ത് ഉപജില്ലാ സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ വാർത്താ വായനാ മത്സരം സംഘടിപ്പിച്ചു. പിണറായി AKG മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരത്തിൽ 7 മത്സരാർത്ഥികൾ പങ്കെടുത്തു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മമ്പറം ഹയർ സെക്കൻഡറിയിലെ അലോണ വിനീഷ്, കതിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ V തേജസ്വിനി എന്നിവർ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. പ്രാദേശിക സമയം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:15 അൽമക്തൂം വിമാനത്താവളത്തിന് സമീപമാണ് അപകടം. ICT അംഗീകാരം ലഭിച്ചു. വീണ്ടും നേട്ടത്തിലേക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റിന് അനുമതിയായി. ഇതോടെ റോഡ്, റെയിൽ മാർഗം ചരക്കുകൾ കൊണ്ടുപോകാനാണ്. ചരക്കുമായി കൂടുതൽ കപ്പലുകൾ എത്തുന്നതോടെ സംസ്ഥാനത്തിന് വലിയ നേട്ടം കൈവരിക്കാനാണ്. റെക്കോർഡുകൾ പ്രാബല്യത്തിൽ, തൊഴിൽ നിയമങ്ങൾ മാറി. ധീരസ്വരം മിസ് മെക്സിക്കോ വിശ്വസുന്ദരി, കലോത്സവ വേദികൾ ആട്ടക്കലാശത്തിൽ. ആപ്പ് കിട്ടുന്നില്ല, പൊറുതിമുട്ടി BLOമാർ. വാർത്തകൾ വിശദമായി. ദുബായ് എയർ ഷോയ്ക്കിടെ തേജസ് വിമാനം തകർന്നു. ദുബായ് എയർ ഷോയിലെ അഭ്യാസ പ്രകടനത്തിനിടെ വ്യോമസേനയുടെ തേജസ് യുദ്ധവിമാനം തകർന്ന് പൈലറ്റ് മരിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിൽ വടക്കുംപാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ TP വൈഗാലക്ഷ്മി, കോട്ടയം രാജാസ് ഹൈസ്കൂളിലെ KK ശിവന്യ എന്നിവർ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. കേന്ദ്ര സർക്കാരിലെ 4 ലേബർ കേസുകൾ പ്രാബല്യത്തിൽ. MR അജിത് കുമാറിനെതിരായ അധികൃത സ്വത്ത് സമ്പാദന ആരോപണം. കൊച്ചി
സൂക്ഷ്മ പരിശോധന ഉണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന് ICP പദവി. ഡോളറിനെതിരെ രൂപ ചരിത്ര ഇടിവിൽ. സൂപ്പർ ലീഗ് കേരളയിൽ തൃശൂർ തിരുവനന്തപുരം മത്സരം സമനിലയിൽ. ആഷസിലെ ആദ്യ ടെസ്റ്റിന്റെ ആദ്യ ദിനം വീണത് 19 വിക്കറ്റുകൾ. പിണറായി AKG സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ വി ശ്രീജിത്ത് സമ്മാന വിതരണം നടത്തി. സാമൂഹ്യ ശാസ്ത്ര ക്ലബ്ബ് സബ് ജില്ലാ സെക്രട്ടറി ഇ പ്രവിത അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ PV ജയേഷ് സംസാരിച്ചു. ജോയിന്റ് കൺവീനർ സനിൽകുമാർ സ്വാഗതവും P ഗീത നന്ദിയും പറഞ്ഞു. JP നിർമ്മലഗിരി, ശ്രദ്ധ C രഞ്ജിത്ത്, സന്ദീപ് ഉണ്ണി എന്നിവർ വിധികർത്താക്കളായി. അന്താരാഷ്ട്ര തലത്തിൽ ഹോട്ടൽ റെസ്റ്റോറന്റ് വ്യവസായം നടത്തുന്നവരുടെ കൂട്ടായ്മയായ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ KHRA ഇന്റർനാഷണൽ ബിസിനസ് വിഷൻ 2025 അന്താരാഷ്ട്ര കോൺക്ലേവ് സംഘടിപ്പിച്ചു. ദുബായ് അൽ നദയിലുള്ള ലാവൻഡർ ഹോട്ടലിലാണ് കോൺക്ലേവ് നടന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഹോട്ടൽ റെസ്റ്റോറന്റ് വ്യവസായം നടത്തുന്നവരുടെ സൗഹൃദ കൂട്ടായ്മയ്ക്കായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ KHRA ഇന്റർനാഷണൽ ബിസിനസ് വിഷൻ 2025 അന്താരാഷ്ട്ര കോൺക്ലേവ് ദുബായിൽ സംഘടിപ്പിച്ചു. ദുബായ് അൽ നദയിലെ ലാവൻഡർ ഹോട്ടലിൽ നടന്ന കോൺക്ലേവ് ഏഷ്യൻ ഡ്യൂബൻ ഫെഡറേഷൻ പ്രസിഡന്റും ഒമർ അൽ മർസൂക്കി ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ ചെയർമാനുമായ മേജർ ഡോക്ടർ ഒമർ മുഹമ്മദ് സുബീർ മുഹമ്മദ് അൽ മർസൂക്കി ഉദ്ഘാടനം ചെയ്തു. KHRA സംസ്ഥാന പ്രസിഡന്റ് KP ബാലകൃഷ്ണ പൊതുവാൾ അധ്യക്ഷനായി. കോൺക്ലേവിൽ ദുബായ് ഭക്ഷ്യസുരക്ഷാ വിദഗ്ധൻ ബോബി കൃഷ്ണ, ഫ്രണ്ട്സ് ഓഫ് ടെക്സാസ് ഇന്റർനാഷണൽ ഡയറക്ടർ റെജി കുര്യൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി G ജയപാൽ സംസാരിച്ചു. ഹോട്ടൽ വ്യവസായവും വിദേശ മലയാളികളും സംബന്ധിച്ച വിഷയത്തിൽ പാരഗൺ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ചെയർമാൻ സുമേഷ് ഗോവിന്ദ് സംസാരിച്ചു. ആസ്റ്റർ സിറ്റി ജനറൽ മാനേജർ ഡോക്ടർ TM സിറാജ്, KHRA അഡ്വൈസറി ബോർഡ് ചെയർമാൻ മൊയ്തീൻകുട്ടി ഹാജി എന്നിവർ സംസാരിച്ചു. ദുബായിലെ പ്രശസ്ത നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് ജമാൽ, KHRA സംസ്ഥാന കമ്മിറ്റി അംഗം ഉവൈസ് എന്നിവർ പങ്കെടുത്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി T ജയപാൽ സ്വാഗതവും KHRA ഗ്ലോബൽ കോർഡിനേറ്റർ പോൾ P റാഫേൽ നന്ദിയും പറഞ്ഞു. കോൺക്ലേവിൽ വിവിധ മേഖലയിൽ മികവ് തെളിയിച്ച വ്യവസായികളെ ആദരിച്ചു. ഏതാണ്ട് 61 വർഷത്തോളം കൊണ്ട് കേരളത്തിലെ വ്യാപാര സംഘടനകളിൽ ഇന്ന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വ്യാപാര സംഘടനയായിട്ട് മാറിയത് വലിയൊരു ശക്തി കൊണ്ടാണ്. ആ ശക്തി സൗഹൃദം എന്ന ഒരു ശക്തിയാണ്. നമുക്കറിയാം, ഏതാണ്ട് 200 കോടി രൂപയോളം ആസ്തിയുള്ള കേരളത്തിലെ വലിയൊരു വ്യാപാര സംഘടന, 60,000-ഓളം അംഗങ്ങളുള്ള സംഘടന. കേരളത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിദേശ മലയാളികൾ ഒത്തിരിയേറെ ഉള്ളൊരു സംസ്ഥാനം. ആ സംസ്ഥാനത്ത് ഒത്തിരിയേറെ വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന ഒത്തിരിയേറെ ആളുകളുടെ ഒരു കൂട്ടായ്മ. നമ്മുടെ സൗഹൃദ ചങ്ങല ഒന്ന് വലുതാക്കിക്കൊണ്ട് ലോകത്തുള്ള മുഴുവൻ മലയാളികളെയും കൂടി നമ്മുടെ ആ സൗഹൃദ ചങ്ങലയിലേക്ക് ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മലബാർ ക്യാൻസർ സെന്റർ പോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ 25ാം വാർഷികവും ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും സംഘടിപ്പിച്ചു. പുന്നോൽ ഉസൻമുട്ടയിലെ ലോറൽ ഗാർഡനിലാണ് പരിപാടി നടന്നത്. മലബാർ ക്യാൻസർ സെന്റർ പോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ 25ാം വാർഷികവും ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും ഇഗ്നൈറ്റ് 2025 ലോറൽ ഗാർഡനിൽ നടന്നു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീർ ഉദ്ഘാടനം ചെയ്തു. RCC സ്ഥാപിച്ചിരുന്നു. നമുക്ക് ശേഷം കേരളത്തിൽ CCRC സ്ഥാപിച്ചു. പക്ഷെ കേരളത്തിലെ ക്യാൻസർ കെയറുമായി ബന്ധപ്പെട്ട മേഖലയെ പരിശോധിക്കുന്ന ഒരാൾക്ക് മലബാർ ക്യാൻസർ സെന്റർ ഡയറക്ടർ സതീശൻ ബാലസുബ്രഹ്മണ്യം, അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ AK രാജേഷ്, ഡോക്ടർ ചന്ദ്രൻ K നായർ, ഡോക്ടർ സിതാര അരവിന്ദ് എന്നിവർ പങ്കെടുത്തു.
നല്ല പാഠം പരിപാടിയുടെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷന്റെ ജലമാണ് ജീവൻ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കൂത്തുപറമ്പ് നരവൂർ തോട്ടിൽ തൊക്കിലങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ JRC വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ തോട് നടത്തം സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് അശോകൻ വെള്ളയൻ ഉദ്ഘാടനം ചെയ്തു. നല്ല പാഠം പരിപാടിയുടെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷന്റെ ജലമാണ് ജീവൻ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കൂത്തുപറമ്പ് നരവൂർ തോട്ടിൽ തൊക്കിലങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ JRC വളണ്ടിയർമാർ തോട് നടത്തം സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് അശോകൻ വെള്ളയൻ ഉദ്ഘാടനം ചെയ്തു. PTA എക്സിക്യൂട്ടീവ് അംഗം ഷൈമി രാജീവ് അധ്യക്ഷനായി. ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ബാലൻ ബയലേരി പദ്ധതി വിശദീകരണം നടത്തി. മലിനീകരിക്കപ്പെടുന്ന ജലാശയങ്ങളെ വീണ്ടെടുക്കുന്നതിനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി തോട് പഠനം നടത്തുകയാണ് ഉദ്ദേശം. പഠനത്തിന്റെ ഭാഗമായി മാലിന്യ നിക്ഷേപമുള്ള സ്ഥലങ്ങൾ, കാടുമൂടി കിടക്കുന്ന ഭാഗങ്ങൾ, മലിനജല പൈപ്പുകൾ ഇറക്കിയ സ്ഥലങ്ങൾ മുതലായവ കുട്ടികൾ രേഖപ്പെടുത്തി. ഈ റിപ്പോർട്ട് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് നഗരസഭയ്ക്ക് കൈമാറും. ചടങ്ങിൽ JRC കൗൺസിലർ CP ഷീജ, PTA അംഗം M സജിന, തൊഴിലുറപ്പ് മേറ്റ് M ബിന്ദു എന്നിവർ സംസാരിച്ചു. നിങ്ങൾ ഇവിടെ വന്നത് വെറുതെ തോട് നടന്ന് കാണുക എന്നതല്ല ഇതിൻ്റെ ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട് തോടിനെ പറ്റി പഠിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ പഠിക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു വിവര ശേഖരണം ആണ് ഇപ്പോൾ നടത്താൻ നിങ്ങൾ നടത്തേണ്ടത്, വിവര ശേഖരണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂരിൽ പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ 2 CPM പ്രവർത്തകർക്ക് 20 വർഷം തടവും പിഴയും. CPM പ്രവർത്തകരായ TCV നന്ദകുമാർ, VK നിഷാദ് എന്നിവർക്കെതിരെയാണ് ശിക്ഷ വിധിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി നഗരസഭയിലെ പോരാട്ട ചിത്രം വ്യക്തമായി. ആധിപത്യം നിലനിർത്താൻ LDFും സീറ്റുകൾ വർദ്ധിപ്പിച്ച് ശക്തി തെളിയിക്കാൻ UDFും BJPയും കച്ചമുറുക്കി രംഗത്ത്. കോർപ്പറേഷനിലെ വിമത നീക്കത്തിൽ നടപടിയുമായി മുസ്ലിം ലീഗ്, വിമതരെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.